ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഷിരിഡി സമാധി മന്ദിറിൽ നമ്മൾ ഇന്ന് കാണുന്ന ബാബയെക്കുറിച്ചാണ് കേട്ടോ. ആ ബാബയുടെ വിഗ്രഹത്തിന് പുറകിലും ഒരു അത്ഭുതമുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം. അറിയാത്തവർക്കായി ഞാൻ പറയുകയാണ്. നമ്മുടെ ബാബയുടെ മഹാസമാധിക്ക് ശേഷം ഏകദേശം ഒരു 36 വർഷം ഷിരിഡിയിൽ ഇന്ന് കാണുന്ന ഈ ബാബ വിഗ്രഹം ഇല്ലായിരുന്നു അവിടെ. പകരം ഒരു ഫോട്ടോ, ബാബയുടെ ഒരു ഫോട്ടോ ആയിരുന്നു അവിടെ വയ്ക്കുകയും അതിലായിരുന്നു പൂജകളൊക്കെ നടത്തിയിരുന്നതും എല്ലാ ആരതികളും എല്ലാം നടത്തിയിരുന്നതും ആ ഒരു ഫോട്ടോയിലായിരുന്നു. അങ്ങനെ 36 വർഷങ്ങൾക്ക് ശേഷം ഷിരിഡി സംസ്ഥാന ബാബയ്ക്കായിട്ട് ഒരു വിഗ്രഹം നിർമ്മിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടാവുകയും ബോംബെയിലെ വളരെ പ്രശസ്തരായ കുറേ ശില്പികളെന്ന് പറയുമ്പോൾ ചിലതിൽ 3 പേർക്കായിട്ട് ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ചിലതിൽ 5 പേർക്ക് ആ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അങ്ങനെ വളരെ പ്രശസ്തരായ 3 പേർക്ക് ആ ഒരു ചുമതല ഏൽപ്പിക്കുകയും ഒപ്പം ഒരു നിബന്ധന കൂടെ ഉണ്ടായിരുന്നു. ഇതിലാരാണോ പണി തീർത്ത് വരുമ്പോൾ ആ വിഗ്രഹം ഏറ്റവും മനോഹരമായി ഷിർഡി സംസ്ഥാനിലെ ട്രസ്റ്റിലുള്ളവർക്ക് തോന്നുന്നത് ആ ഒരു വിഗ്രഹമായിരിക്കും സമാധി മന്ദിറിൽ പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഈ വിഗ്രഹം നിർമ്മിക്കുവാൻ വേണ്ടി ബാബയുടെ ഒരു ഫോട്ടോയും കൊടുത്തിരുന്നു അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് ഈ കാണുന്ന സമാധി മന്ദിറിലെ ബാബയെ നിർമ്മിച്ചത് ബോംബെയിലെ തന്നെ ഒരു പ്രശസ്തനായ ശില്പിയായ വസന്ത് താലിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഫോട്ടോ കൊടുക്കുകയും അങ്ങനെ നമ്മുടെ താലിം പണി ആരംഭിക്കണമെങ്കിൽ ആ ഒരു മാർബിൾ ആവശ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷിക്കുകയും അപ്പോൾ താലിമിൻ്റെ ഒരു ഫ്രണ്ട് മുംബൈ പോർട്ടിൽ ഒരു 1.5 വർഷത്തിന് മുമ്പ് കുറച്ച് ഇറ്റാലിയൻ മാർബിൾസ് വന്നിട്ടുണ്ട്. പക്ഷേ അതാരാണ് ഓർഡർ ചെയ്തതെന്നോ എന്താവശ്യത്തിനാണ് ഈ പോർട്ടിൽ എത്തിയതെന്നോ എന്ന് ഇന്നും ആർക്കും അറിയില്ല എന്നൊരു വിവരം കൊടുക്കുകയാണ്. ഇത് കേട്ട താലിം ഷിർഡി സംസ്ഥാനിൽ അറിയിക്കുകയും അവർ ആ മാർബിൾ പോയി കാണുകയും ഇത് ഈ വിഗ്രഹ നിർമ്മാണത്തിന് വളരെ ആപ്റ്റായ കുറച്ച് മാർബിൾസ് ആണെന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ആ മാർബിൾ എത്തിക്കുന്നത്. ശേഷം താലിം പണി തുടങ്ങുന്ന സമയത്ത് ഈ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ബാബ ഇരിക്കുന്ന പൊസിഷനിലുള്ളൊരു ഫോട്ടോയും അതിൽ പ്രധാനമായിട്ട് ഫ്രണ്ട് വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ താലിം ഇങ്ങനെ വിഗ്രഹത്തിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് എത്ര ചെയ്തിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. കാരണം ശില്പം നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് വ്യൂ വളരെ പ്രധാനമായിരുന്നു എന്നാണ് താലിം പറയുന്നത്. അപ്പോൾ സൈഡ് വ്യൂ ആ ഫോട്ടോയിലില്ല. അപ്പോൾ താലിം എത്ര ചെയ്തിട്ടും ആ ഒരു വരാത്ത സമയത്ത് ഒരു ദിവസം വളരെ വിഷമിച്ച് താലിം ഇങ്ങനെ പറയുകയാണ്, ബാബ എന്ന വ്യക്തിയെ ഞാൻ എങ്ങനെയാണെന്നോ എന്താണ് രൂപമെന്നോ എനിക്കറിയില്ല. എനിക്ക് ഈ വിഗ്രഹം പറഞ്ഞ രീതിയിൽ പൂർത്തിയാക്കണമെങ്കിൽ എനിക്ക് ബാബയുടെ പൂർണ്ണ രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത്രയും പെർഫെക്ഷനോടുകൂടി എനിക്കിത് ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു ഇതിൽ എനിക്കത് ഒട്ടും തന്നെ തൃപ്തിയുമില്ല. അപ്പോൾ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ അസ്വസ്ഥമാണ് മനസ്സ്. കാരണം ഒട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയിൽ ഒട്ടും തൃപ്തി വരുന്നില്ല. എങ്ങനെയാണോ ആ രൂപമെന്ന് പോലും മനസ്സിൽ പതിയൊന്നുമില്ല. അപ്പോൾ അടുത്ത ദിവസം ഷിർഡി സംസ്ഥാനിൽ നിന്ന് ഒരു ഫോൺ വരികയാണ്. 10 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ വിഗ്രഹ നിർമ്മാണം പൂർത്തിയാക്കാൻ. അപ്പോൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരുടെയും ഇതിന് ചുമതല ഏൽപ്പിച്ച എല്ലാവരുടെയും സ്റ്റുഡിയോ, അത് നിർമ്മാണം ചെയ്യുന്ന സ്ഥലം സ്റ്റുഡിയോയിൽ ഞങ്ങൾ വരുന്നതായിരിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തു. ഇതുകൂടെ ആയപ്പോൾ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാവുകയും ഒരു ദിവസം ഒട്ടും ഉറക്കം വരാതെ അതിരാവിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരികയാണ്. സ്റ്റുഡിയോയിലേക്ക് വന്ന് സ്റ്റുഡിയോയുടെ കതക് തുറക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നും ഒരു ശക്തമായ ഒരു വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം അങ്ങ് ഫുള്ളും ഇരുട്ടാണ്, ലൈറ്റുകളൊന്നുമില്ല. എവിടെ നിന്നാണ് ഇത്രയും ശക്തമായ പ്രകാശം വരുന്നതെന്ന് നോക്കുന്ന സമയത്ത് ഒരു രൂപം കാണുന്നുണ്ട്. ആ ഒരു രൂപത്തിൻ്റെ സാമ്യം എന്ന് പറയുന്നത് ഫോട്ടോയിൽ കണ്ട അതേ രൂപമായിരുന്നു, ബാബ തന്നെയായിരുന്നു. പെട്ടെന്ന് സംസാരിക്കുകയാണ്, സൗണ്ടും നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഈ ഒരു വിഗ്രഹം പൂർത്തിയാക്കാൻ എന്തൊക്കെ രീതിയിലാണോ ഞാൻ നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ടത് അതൊക്കെ ഇപ്പോൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എൻ്റെ രൂപം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണോ എന്നെ നിർമ്മിക്കേണ്ടത്, നിങ്ങൾക്കതിൽ എന്തൊക്കെ കുറവുകളാണോ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് അതെല്ലാം എന്നിൽ ഇപ്പോൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ വിഗ്രഹം പൂർത്തിയാക്കാം. അതുപോലെ തന്നെ ബാബ പറഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്, ഈ ഒരു വിഗ്രഹം നിങ്ങൾക്ക് ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. ശേഷം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ വിഗ്രഹമായിരിക്കും ഇതെന്നും ബാബ പറഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം ആ ഒരു വെളിച്ചവും രൂപവും ഒക്കെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി. പക്ഷേ അദ്ദേഹത്തിന് ബാബയുടെ വ്യക്തമായ രൂപം
മനസ്സിൽ പതിഞ്ഞുവെന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും ബാബ എന്നുള്ളത് വളരെ വ്യക്തമായി പതിയുകയും അവിടം തുടങ്ങി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാനും സാധിച്ചു. അങ്ങനെ ഷിർഡി സംസ്ഥാനിൽ നിന്നും എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട്. താലിമിൻ്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നോക്കാൻ വരുന്ന സമയത്ത് ബാബയുടെ ആ ഒരു വിഗ്രഹത്തിന് വളരെയേറെ ജീവനുള്ള പോലത്തെ ഒരു പ്രതീതിയായിരുന്നു അവർക്കെല്ലാവർക്കും തോന്നിയതും. അങ്ങനെ ഇത് തന്നെയാണ് സമാധി മന്ദിറിൽ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹമെന്ന് അവർ മനസ്സിലുറപ്പിക്കുകയും അങ്ങനെയാണ് നമ്മൾ ഇന്നീ കാണുന്ന ബാബ സമാധി മന്ദിറിലെത്തുന്നത്. അപ്പോൾ ആ ഒരു സമാധി മന്ദിറിലെ ബാബയ്ക്ക് ഇനിയും ഒരു പ്രത്യേകത, ഷിർഡിയിൽ ബാബയെ എങ്ങനെ തന്നെ ആ ഒരു സമാധി മന്ദിറിനകത്ത് എവിടെ നിന്ന് നോക്കിയാലും ബാബ നമ്മളെ നോക്കുന്നതായിട്ടുള്ളൊരു ഫീല് കിട്ടുന്ന അത്രയും വളരെ നമുക്ക് ഒരു ജീവൻ തുടിക്കുന്ന ഒരു വിഗ്രഹമാണ്. വിഗ്രഹമെന്നല്ല, ബാബ തന്നെയാണിപ്പോൾ സമാധി മന്ദിറിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാബ. കാരണം ബാബ സായി സച്ചരിത്രയിൽ തന്നെ പറയുന്നുണ്ടല്ലേ, ആ ഒരു സമാധി മന്ദിർ അത് ആദ്യം ഇങ്ങനെ പണി കഴിപ്പിക്കുന്ന സമയത്ത് ബാബ പറയുന്നുണ്ട്, വിഗ്രഹം വയ്ക്കുന്ന സ്ഥലത്ത് മുരളീധര പ്രതിഷ്ഠയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നതും. പക്ഷെ അപ്പോൾ ബാബ പറയുന്നുണ്ട്, ആ സ്ഥലത്ത് ഞാൻ തന്നെ മുരളീധരനായി വരും എന്ന് പറയുന്നുണ്ട്. ആ വാക്ക് ബാബ പാലിച്ചു. അപ്പോൾ നമുക്കും ബാബ എന്ന് പറയുന്നത്, ബാബ പറയുന്ന ഒരു വാക്കുകളും ഒരിക്കലും പാഴാകില്ല അല്ലേ. അപ്പം നമ്മളും ഉറച്ച വിശ്വാസം ബാബയിൽ അർപ്പിക്കുകയാണെങ്കിൽ നമുക്കും വളരെ ഒരു സമാധാനവും സന്തോഷവും വളരെ ഒരു ബലവും ഒക്കെ ആയിരിക്കും ബാബ. അതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും ബാബയെ അടിയുറച്ച് വിശ്വസിക്കൂ. അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ഇത് കേൾക്കാൻ സാധിച്ച എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.